ഇന്ത്യയുടെ മൊത്തം GDP-യുടെ 6% വിദ്യാഭ്യാസത്തിനായിട്ട് ചെലവഴിക്കും. ബിരുദ കോഴ്സുകളിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം, 3 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും എന്നിങ്ങനെ ഒട്ടനവധി പരിഷ്കാരങ്ങളുമായിട്ടാണ് ജൂലൈ 29-ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. വിദ്യാർത്ഥികളായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്തെല്ലാം മാറ്റങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. സെവൻ ലീവിൻ്റെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയുടെ ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. 34 വർഷങ്ങൾക്ക് ശേഷം 2020-ലാണ് നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു വിദ്യാഭ്യാസ നയം സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയം കാരണമാവുന്നത്. ആദ്യമായി സ്കൂൾ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുവരെ ഫോളോ ചെയ്തു വന്നിരുന്ന 10+2 എന്ന സിസ്റ്റത്തിന് പകരമായി 5+3+3+4 എന്നുള്ള പാറ്റേണിലേക്ക് മാറുകയാണ്. ഇതിൽ പ്രിപ്പറേറ്ററി എന്നറിയപ്പെടുന്ന ആദ്യത്തെ 5 വർഷത്തെ 3 വർഷം പ്രീ പ്രൈമറി ഫൗണ്ടേഷൻ കോഴ്സാണ്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അംഗനവാടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൃത്യമായ കരിക്കുലത്തോടെ ഫൗണ്ടേഷണൽ ന്യൂമറസിയും ലിറ്ററസിയും പഠിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇതുവരെ 6 to 14 വയസ്സ് വരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇനി മുതൽ 3 to 18 വയസ്സ് വരെ ആയി വർദ്ധിപ്പിക്കുമെന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. 5ാം ക്ലാസ് വരെ നിർബന്ധമായും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ ആയിരിക്കണമെന്നാണ് NEP കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. 6ാം ക്ലാസ് മുതൽ തന്നെ കോഡിംഗ് ക്ലാസ്സസ്, വൊക്കേഷണൽ ട്രെയിനിങ്, ഇന്റേൺഷിപ്പുകൾ തുടങ്ങിയ തൊഴിലധിഷ്ഠിത അവസരങ്ങളാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുക. NEP-യുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതായത് നമ്മൾ ഇതുവരെ തുടർന്നു വന്നിരുന്ന ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് എന്നിങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള സെപ്പറേഷനുകളെല്ലാം ഇനി ഇല്ലാതെയാകും. സയൻസ് പഠിക്കുന്നവർക്ക് സോഷ്യൽ സയൻസ്, ആർട്സ് വിഷയങ്ങൾ പഠിക്കാനും നേരെ തിരിച്ചുമുള്ള അവസരങ്ങളെല്ലാം ഇനി ലഭ്യമാകും. അതുപോലെ യോഗ, മ്യൂസിക്, സ്പോർട്സ് പോലെയുള്ള വിഷയങ്ങളും കരിക്കുലത്തിന്റെ ഭാഗമാവുമെന്നും നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷനിൽ NEP കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം അസസ്മെന്റ് മെത്തേഡുകളിലാണ്. 10+2 ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകൾ ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് എന്നിങ്ങനെ 2ആയി റീഡിസൈൻ ചെയ്യുകയും 3, 5, 8 ക്ലാസ്സുകളിൽ അച്ചീവ്മെന്റ് ലെവൽ അളക്കുന്നതിനായി പുതിയ പരീക്ഷകൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഓർമ്മശക്തിക്ക് മാർക്കിടുന്ന ഇപ്പോഴത്തെ രീതിക്ക് പകരമായി റിയൽ ലൈഫ് സ്കിൽസും അനുഭവ പാഠങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന പുതിയ രീതിയായിരിക്കും ഇത്. അധ്യാപകൻ പരീക്ഷ നടത്തി മാർക്ക് നൽകുന്നതിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാർത്ഥി സ്വന്തം നിലക്ക് നടത്തുന്ന സെൽഫ് ഇവാലുവേഷൻ, അധ്യാപകന്റെ ഇവാലുവേഷൻ, ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ഇവാലുവേഷൻ എന്നിവയെല്ലാം ഗ്രേഡ് കാർഡിൽ ഇനി ഇടം പിടിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NEP കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ബിരുദ കോഴ്സുകളിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് 4 വർഷത്തെ ബിരുദ കോഴ്സുകളിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് തന്നെ സർട്ടിഫിക്കറ്റും, 2 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡിപ്ലോമയും, 3 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡിഗ്രിയും ലഭിക്കും. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് 4ാം വർഷം ഉണ്ടാവുക. 4 വർഷവും കംപ്ലീറ്റ് ചെയ്തവർക്ക് റിസർച്ച് ഡിഗ്രിയാണ് ലഭിക്കുന്നത്. 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് 2 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സും, 4 വർഷത്തെ റിസർച്ച് ഡിഗ്രി കിട്ടിയവർക്ക് 1 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സുമാണ് ഉണ്ടാവുക. അതുപോലെ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് കോഴ്സുകൾ 5 വർഷമായി തന്നെ തുടരും. മാസ്റ്റേഴ്സ് കോഴ്സ് കഴിഞ്ഞ് PhDക്ക് മുമ്പായി ചെയ്തു വരുന്ന MPhil കോഴ്സ് പാടെ ഒഴിവാക്കാനും നയത്തിൽ തീരുമാനമുണ്ട്. നേരത്തെ പറഞ്ഞ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾക്കാണ് കാരണമാവുക. അതായത് ഫിസിക്സിൽ ബിരുദമെടുക്കുന്നയാൾക്ക് പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും എല്ലാം പഠിക്കാനും, തിരിച്ച് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ബിരുദമെടുക്കുന്നയാൾക്ക് കെമിസ്ട്രി, മാത്സ് പോലെയുള്ള വിഷയങ്ങളെല്ലാം പഠിക്കാനുമുള്ള അവസരമാണ് നയം സാധ്യമാക്കുന്നത്. ലോകത്തെ ടോപ്പ് 100 ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള അനുവാദവും ഈ നയത്തിലൂടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. 2035ഓടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 3.5 കോടി പുതിയ സീറ്റുകൾ അനുവദിക്കുമെന്നും നിലവിൽ 27% മാത്രമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% ഉയർത്തുമെന്നും നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കോളേജുകളെല്ലാം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത കോളേജുകളായിരിക്കും. എന്നാൽ 15 വർഷത്തിനുള്ളിൽ ഈ അഫിലിയേഷൻ സിസ്റ്റം ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനും പകരം കോളേജുകൾക്ക് ഓട്ടോണോമസ് പദവി നൽകാനുമുള്ള തീരുമാനമുണ്ട്. IIT, IIMകളോട് കിടപിടിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റികളും അതുപോലെ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും സ്ഥാപിക്കുമെന്നും നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ടീച്ചർ എഡ്യൂക്കേഷനിലാണ്. നിലവിലുള്ള 2 വർഷ BEd കോഴ്സുകൾക്ക് പകരം 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BEd കോഴ്സുകളാണ് ഇനി വരാൻ പോകുന്നത്. 2030ഓടെ അധ്യാപകർക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇത് മാറും.
ദേശീയ തലത്തിൽ അധ്യാപകരുടെ പ്രകടനത്തെ വിലയിരുത്താൻ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സും കൊണ്ടുവരും. ഇതിനൊക്കെ പുറമെ പോളിസിയുടെ മറ്റു ചില പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 2030 സ്കൂളിന് പുറത്തുള്ള 2 കോടി വിദ്യാർത്ഥികളെ തിരികെ എത്തിച്ച് എൻറോൾമെന്റ് റേഷ്യോ 100% ഉയർത്താനും വിദ്യാഭ്യാസത്തിലുള്ള സ്പെൻഡിങ് GDPയുടെ 6% ഉയർത്താനും തീരുമാനമുണ്ട്. നിലവിൽ ഇത് 3% താഴെ മാത്രമാണ്. മെഡിസിൻ, ലോ എന്നിവ ഒഴിച്ചുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും UGCക്ക് പകരമായി നിർമ്മിക്കപ്പെടുന്ന ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകും. അതുപോലെ തന്നെ ഇതുവരെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നറിയപ്പെട്ടിരുന്ന മന്ത്രാലയം ഇനി മുതൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നറിയപ്പെടും. ഇതുപോലെ ഒട്ടനവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഒരുപാട് വിമർശനങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയം നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പദ്ധതികളും സ്ഥാപനങ്ങളും പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ GDPയുടെ 6% വരെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമെല്ലാം ഉണ്ടെങ്കിലും ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റിയിട്ട് നയത്തിൽ വ്യക്തമാക്കുന്നില്ല. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനങ്ങളോട് കൂടിയാലോചിക്കുകയോ പാർലമെന്റിൽ ചർച്ചയ്ക്കിടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായ ആരോപണവും ഉയരുന്നുണ്ട്. HECI പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റികൾ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ കേന്ദ്രീകരണത്തിന് വഴിയൊരുക്കുമെന്നും ആരോപണമുണ്ട്. അഭിപ്രായ ശേഖരണത്തിന് വേണ്ടി പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചിരുന്ന ഡ്രാഫ്റ്റ് പോളിസിയിൽ നിർദ്ദേശിക്കപ്പെട്ട പല മാറ്റങ്ങളും പരിഗണിക്കാതെയാണ് പോളിസി അംഗീകരിച്ചിട്ടുള്ളത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അഫിലിയേഷൻ സിസ്റ്റത്തിന് പകരമായി കൊണ്ടുവരുന്ന ഓട്ടോണോമസ് കോളേജ് സിസ്റ്റം, ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള അനുവാദം, ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാനും അതിലൂടെ വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്ന പോളിസി ഒരിടത്തു പോലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ സെക്യുലറിസം അല്ലെങ്കിൽ സെക്യുലർ എഡ്യൂക്കേഷൻ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഫാക്ടറായ ജാതി വ്യവസ്ഥയെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാത്ത പോളിസി റിസർവേഷനേക്കാൾ അധികം മെറിറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിട്ടും വിമർശകർ വിലയിരുത്തുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജുകൾക്കും മൾട്ടി ലിംഗ്വലിസത്തിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന പോളിസി ഉറുദുവിനെ തഴഞ്ഞുവെന്നും പുരാതന ഭാരതത്തിലെ വിജ്ഞാന ശാഖകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെന്നുമെല്ലാമുള്ള വിമർശനമുണ്ട്. ഇതിലൂടെയെല്ലാം കേന്ദ്ര സർക്കാർ തങ്ങളുടെ അജണ്ടകളെ ഒളിച്ചു കടത്താൻ പോളിസി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന, വരും വർഷങ്ങളിലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ള ഒരു പോളിസിയാണിതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിൽ പങ്കെടുക്കാനും അതിനെ വ്യക്തമായി മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ദേശീയ വിദ്യാഭ്യാസ നയം സോഷ്യൽ സെക്ടറിനെ എങ്ങനെ ബാധിക്കുമെന്നും ഇതിലൂടെ സോഷ്യൽ സെക്ടറിന് തുറന്നു കിട്ടുന്ന അവസരങ്ങൾ, സാധ്യതകൾ എന്തെല്ലാമാണെന്നും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ ബൈ.